പുൽക്കൂട് ആണ് ലോകം മുഴുവനും ഇന്ന് ആരാധനയുടെ ശ്രദ്ധാകേന്ദ്രമായിട്ട് നിൽക്കുന്നത്. എന്നാൽ അന്ന് ആ മനുഷ്യൻ തിരക്കുകൾ ഉണ്ടായിരുന്നത് കൊണ്ടും ബിസിനസ് ഉണ്ടായതുകൊണ്ടും ഇവരെ കാഴ്ചയ്ക്ക് അത്രമാത്രം താല്പര്യം പ്രകടിപ്പിക്കാഞ്ഞതുകൊണ്ടും അദ്ദേഹം ഒഴിവാക്കിയത് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മൾ ഒഴിവാക്കുന്ന ചിലതും നമ്മൾ അറിയാതെ ഒഴിവാക്കുന്ന പല മേഖലകളുമുണ്ട്. അധികാരത്തിൻ്റെ പേരിൽ, അഹങ്കാരത്തിൻ്റെ പേരിൽ, പകയുടെ പേരിൽ, നുണയുടെ പേരിൽ പുറത്താക്കി അനേക പ്രിയപ്പെട്ടവരെ ഒഴിവാക്കുമ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തുവിനെയാണ് നാം ഒഴിവാക്കുന്നത്. ഇവിടെ ഈ ലോഡ്ജ് ഉടമയ്ക്ക് പറ്റിയ പരാജയം എന്ന് പറയപ്പെടുന്നത് തൻ്റെ അറിവിൻ്റെയും തൻ്റെ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ രക്ഷകനെ പുറത്താക്കിയതുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചരിത്രം തന്നെ മാറി മറിയുകയാണ്. നമുക്ക് സ്ഥലമില്ല, കാരണം സ്ഥലവുമില്ല, സമയവുമില്ല. കാരണം ഉൾക്കൊള്ളുവാനായിട്ട്, രക്ഷകൻ്റെ അറിയുവാൻ, രക്ഷകൻ്റെ സാന്നിധ്യം അറിയുവാൻ, രക്ഷകന് ജനിക്കാനായിട്ടുള്ള അവസരം കൊടുക്കുവാൻ ഈ ലോഡ്ജിൽ പലതുകൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുറികൾ പലതും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് യേശുവിന് സ്ഥാനമില്ലാതെ, യേശുവിന് ജനിക്കുവാൻ സ്ഥലമില്ലാതെ, സമയമില്ലാതെ, സാഹചര്യമില്ലാതെ നമ്മൾ ജീവിതത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന തിരക്കുകൾ കൊണ്ടും ബദ്ധപ്പാടുകൾ കൊണ്ടും പലതും ഒഴിവാക്കി മാറ്റുന്നത് കൊണ്ട് ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ജീവിത സാഹചര്യങ്ങളും ക്രിസ്തുവിനോട് ബന്ധപ്പെടുവാൻ കഴിയുന്ന അനുഭവങ്ങളും ഒഴിവാക്കുവാൻ തയ്യാറാകാതെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ കാലങ്ങൾ കഴിഞ്ഞാലും ചരിത്രത്തിൽ അവർക്കൊരു സ്ഥാനം എഴുതപ്പെടുമെന്ന് പുൽക്കൂട് നമ്മെ വിളിച്ചറിയിക്കുന്നുവെങ്കിൽ, ഇപ്പം ശ്രദ്ധിക്കുക, ഈ ലോഡ്ജിൽ നിന്നിറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി ഒത്തിരി വിവാഹ സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങിയ ആളാണ് അല്ലേ. അപ്പോൾ ഇനിയും ജോസഫ് തൻ്റെ നാട്ടിൽ കൊണ്ടുവന്നതാണ് അല്ലേ, പുരുഷൻ്റെ ജന്മസ്ഥലത്ത് കൊണ്ടുവന്ന. അപ്പം പുള്ളി ഇച്ചിരി ചമ്മിയാണ് നിൽക്കുന്നത്. പുള്ളി ഇച്ചിരി ചമ്മിയാണ് നിൽക്കുന്നത്, കാരണം നമ്മുടെ കുടുംബക്കാരുടെ നാട്ടിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം വീടും മുറിയൊന്നും കിട്ടാതെ നിൽക്കുന്നത് കൊണ്ട് പുള്ളി ഇങ്ങനെ ചമ്മി നിൽക്കുമ്പം എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ഇവൾ പ്രസവിക്കാൻ സമയമായെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. ചോദിച്ചപ്പോൾ പുള്ളിക്ക് കണ്ടിട്ട് അവിടെ ഒരു കല്ലടാവ് മാത്രമാണ്, അല്ലെങ്കിൽ പശുത്തൊട്ടി മാത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പശുത്തൊട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കല്ലടാവ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറിയം പറയുകയാണ്, അത് മതിയെന്ന്. കാരണം രക്ഷകന് ജനിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പോരാ എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ വിശുദ്ധ മറിയം പറയുകയാണ്, ഇത് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് മതി, ഈ കാറ് മതി, ഈ ഭർത്താവ് മതി, ഈ ഭാര്യ മതി. നമ്മുടെ പാട്ടും പ്രസംഗങ്ങളിലും എല്ലാം ശ്രദ്ധിക്കുക, അത് പോരായേന്നാ പറയുന്നത്. എന്നാൽ ഇവൾ പറയുകയാണ്, ഇത് മതി. ചാണകത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന, അല്ലെങ്കിൽ കാലികളുടെ ഗോമൂത്രത്തിൻ്റെ ഗന്ധം വമിക്കുന്ന ഇത് മതിയെന്ന്. പോരാ എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വിവാഹ സ്വപ്നങ്ങളുമായി വന്നിരിക്കുന്ന ഈ മറിയം പറയുക, ഇത് മതി എന്ന്. അതിലവൾ തൃപ്തി അടയുവാനായിട്ട് തയ്യാറാകുകയാണ്. കാരണം അവൾക്കറിയാം ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തികൾ വെളിപ്പെടുവാൻ പോകുന്നുണ്ടെന്ന്. അത് തുറസായി കിടക്കുന്ന ഒരു കാലിത്തൊഴുത്ത്, ചാണകത്തിൻ്റെ നാറ്റം വമിക്കുന്ന കാലിത്തൊഴുത്ത്, ലോകത്തിൻ്റെ രക്ഷകൻ, ഇതിനെ മൊത്തം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം, വലിയവനായ ദൈവം ചെറുതായി മനുഷ്യനാകുകയാണ് അല്ലേ. ഇന്നെല്ലാവരും വലിയവരാകാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഞാനടക്കമുള്ള പ്രിയപ്പെട്ടവർ വലിയവനാകാൻ ശ്രമിക്കുമ്പോൾ, വലിയവനായവൻ ചെറുതായതാണ് ദൈവത്തിൻ്റെ ജനനമെന്ന് പറയപ്പെടുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും അംബീഷൻ എന്ന കോവേണി വെച്ച് എങ്ങനെയെങ്കിലും വലിയവനാകാൻ ശ്രമിക്കുന്ന ഈ പുതിയ പുരോഗതിയുടെ കാലഘട്ടത്തിൽ വലിയവൻ ചെറിയതായതാണ് ഈ പുസ്തകത്തിൻ്റെ ചരിത്രം. ദൈവം സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട, ഇവിടെ ദൈവം മനുഷ്യനായി, അതായത് ഗോഡ് ഹംബിൾഡ് ഹിംസെൽഫ് ടു ബി എ ഹ്യൂമൻ. ദൈവം മനുഷ്യനാകുക. സോ ഇറ്റ്സ് എ കോളിംഗ് ഫോർ us to be a human being.